Hi friends, Assalamualaikum. Welcome back to my channel Jahan's Corner. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു കുർത്തിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്ക് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തിരുന്ന പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് കൊടുത്ത് ഇതുപോലെ നെക്ക് ഡിസൈൻ വെച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ആ മാർക്കിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ളൂ നമ്മളെ നെക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ. ചെറിയൊരു കട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ സ്റ്റിച്ചിങ് പോയിൻറ്റിൽ ഒരിക്കലും ടച്ച് ചെയ്യരുത്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ നെക്ക് ഡിസൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട് നെക്ക് മാത്രം ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെ ലൈനിങ് തെന്നി പോവാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അടുത്ത സൈഡും ഇതുപോലെ ചെയ്തെടുക്കണം. സ്റ്റിച്ചിങ് ചെയ്ത പാർട്ടിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് സെൻറ്റർ പോയിൻറ്റിനുള്ള മാർക്കിനാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്.
അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്കിത് ലോക്കായി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ജോയിൻ്റ് പോയിൻറ്റിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ റൗണ്ട് കൂടി കൊടുത്തിട്ട് അടുത്ത ഷോൾഡർ പോയിൻറ്റിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നെക്കും ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിലെ ജോയിൻ്റ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ കട്ടിങ് പീസ് ഇതുപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 4 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ചിങ് പോയിൻറ്റിലൂടെ ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ ഉള്ളൂ ഞാനിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലേസ് നമുക്ക് കുർത്തിയുടെ ലെങ്ത്ത് വരെ കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഫ്രണ്ടിലെ 2 സൈഡിലും ഇതുപോലെ ലേസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് എടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈനിങ് ഓപ്പൺ സ്ലിറ്റ് ഇട്ടുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 സൈഡിലെയും ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി ഇതുപോലെ ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലേസ് പിടിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ സ്ലീവിൽ ഞാൻ ലേസ് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന്
വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പോയിന്റിലൊന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് മാർക്കിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി അതെങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെ ആം ഹോളിൻ്റെ ഉള്ളിലേക്ക് സ്ലീവ് കടത്തി കൊടുക്കാം. എന്നിട്ട് സെൻറ്റർ പോയിൻറ്റിന് ഷോൾഡർ പോയിൻറ്റിലേക്കൊന്ന് ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻറ്റ് സ്റ്റിച്ചിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രണ്ട് ആം ഹോളിലും അതുപോലെ ഫ്രണ്ട് സ്ലീവും 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഒരുപോലെ പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരിക്കലും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മാറിപ്പോകരുതേ. ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് സ്ലീവും മാറിപ്പോകാതിരിക്കാൻ നമുക്ക് സേഫ്റ്റി പിന്ന് കൊണ്ടൊന്ന് പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 സ്ലീവും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 ലെയറായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ പോയിന്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം 2 ലെയറാക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കുർത്തി വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എൻ്റെ കുർത്തി? കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു കുർത്തിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.